ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഒരു ഡേ ട്രിപ്പ് പോവാണ്. വയനാട്ടിലേക്കാണ് പോകുന്നത്. കസിൻസിൻ്റെ കൂടെയാണ്. നമ്മൾ കുറച്ച് ആൾക്കാരാണ്. അഡൽട്ടിൻ്റെ ടീമും പിന്നെ ഫ്യൂൽ ആ ടീമും കുറച്ച് ലേറ്റായിട്ട് വരും. ഫസ്റ്റ് നമ്മളാണ് പോകണം. ഫസ്റ്റ് താമരശ്ശേരിയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് കയറിയിട്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങി. നമ്മൾ പോണ വഴിക്ക് കൈതപ്പൊയിൽ ആ ഭാഗത്തൊക്കെ എത്തിയപ്പോൾ റോഡ് ഭയങ്കര ബ്ലോക്ക്. ആംബുലൻസ് പാസ് ചെയ്ത് നടക്കുമ്പോൾ ഇടയിൽ കൂടെ ഒരു ചങ്ങായി വണ്ടി കയറ്റി. അതിൻ്റെ രണ്ടാളും പോയി ഫയറായി. ഭയങ്കര കോമഡി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വയനാട് ചുരമൊക്കെ കയറി പുതിയൊരു പാർക്കുണ്ടല്ലോ, അവിടെ എത്തിയപ്പോൾ ബഞ്ചി ജമ്പിങ്ങിൽ ഒരാൾ കയറി ഇതിലും ചാടാനായിരിക്കും. അതൊക്കെ കണ്ടിട്ട് പോകാമെന്ന് ചോദിച്ചാൽ അവിടെ ഇറങ്ങിയത് കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് നമ്മൾ കൽപ്പറ്റയുള്ള ജലജ ബേക്കറിയിൽ നിന്ന് അവിടുത്തെ ബട്ടർ ബണ്ണ് വാങ്ങി. നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിയതാണ്. പക്ഷേ അതിൻ്റെ മുന്നേ തന്നെ കഴിക്കൽ തുടങ്ങിയിരുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി ലഞ്ച് ലേറ്റ് ആയിരുന്നു. ഒരു ലഞ്ച് സ്പോട്ടൊക്കെ തപ്പി നടന്നു. ആദ്യം നമ്മൾ പോകാൻ വിചാരിച്ച സ്പോട്ട് കുറുവാ ദ്വീപായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് കുറുവാ ദ്വീപ് ക്ലോസ്ഡ് ആണെന്നൊക്കെ. പിന്നെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ഈ ബട്ടർ ബൺ നമുക്ക് ഒരു മടുപ്പ് തോന്നില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അതിലുള്ള ഫില്ലിംഗ് ആയിട്ട് ഒന്നും പറയാനുള്ള രക്ഷയില്ല, അടിപൊളിയാണ്. പിന്നെ നമ്മൾ റേറ്റ് നല്ല കുറവാട്ടോ, 18 പെർ പീസ് അങ്ങനെ എന്താ വരുന്നുള്ളൂ. പിന്നെ നമ്മൾ പോകാൻ എടക്കൽ കേവ്സിൽ പോകാൻ വെച്ചാൽ അവിടെ നോക്കിയപ്പോൾ ഗൂഗിൾ നോക്കിയപ്പോൾ അവിടെ ഓപ്പണാണ്. അപ്പം അവിടേക്ക് പോകാമെന്ന് വിചാരിച്ച് അവിടെ പോയി. അത്യാവശ്യം നല്ലോണം തന്നെ കയറാനുണ്ട്. കുത്താനുള്ള കയറ്റം തന്നെയാണ്. നല്ലോണം എല്ലാവരും ടയേർഡാവും ഏകദേശം മുകളിലൊക്കെ എത്തുമ്പോഴേക്ക് തന്നെ. പകുതി എത്തിയപ്പോൾ നിർത്തിയാലോ എന്ന് കുറേ പ്രാവശ്യം പറഞ്ഞെങ്കിലും പക്ഷേ കംപ്ലീറ്റ് ആക്കി. ഏകദേശം ഫുൾ തന്നെ കംപ്ലീറ്റ് ആക്കി. ടോപ്പിലെത്തുന്നതിൻ്റെ ഒരു 100 മീറ്റർ അത്രയൊന്നുമില്ല, കുറച്ചുള്ളതിൻ്റെ മുന്നേ നല്ലോണം തല ഇറങ്ങിക്കൊണ്ട് ഞാൻ ജസ്റ്റ് അവിടെ ഡ്രോപ്പ് ചെയ്ത്. ഇവരെല്ലാവരും കംപ്ലീറ്റ് ചെയ്തു. പോകുന്ന വയസ്സിൽ എല്ലാവരും കത്തിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ ഒറ്റയടിക്ക് കയറാണ്ട് കുറച്ച് ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ റെസ്റ്റ് എടുത്താണ് കയറിയത്. നോർമലി ട്രക്കിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഇത് കയറൽ ഭയങ്കര സിമ്പിളാണ്, കുറച്ചേ ഉള്ളൂ. പക്ഷേ ട്രക്കിംഗ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇതൊരു ടാസ്ക് സോൺ തന്നെയാണ്. ഇതാണ് ഏറ്റവും ടോപ്പിൽ ഇവിടെ നിന്നാണ് കാര്യത്തിൽ വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉപ്പയും ഉമ്മയും നമ്മൾ പോകുന്നതിന് ശേഷം ബസ്സിൽ ഉപ്പൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പം അതിൻ്റെ അടുത്ത് ഞാൻ വീട്ടിൽ നിന്നൊരു കള്ളത്തരം പറഞ്ഞാണ് പോകുന്നത്. ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നതാണ്. അപ്പോൾ മോനെ കൊണ്ട് ഉപ്പൻ്റെ അടുത്തൊക്കെ പോകുന്നത്. അപ്പോൾ അവിടെ അടുത്തൊരു താമരയൊക്കെ ഉള്ളൊരു സ്പോട്ട് ഉണ്ട് പറഞ്ഞപ്പം അമ്പലമൊക്കെ ഉള്ളൊരു സ്പോട്ട് ഉണ്ട് പറഞ്ഞപ്പോൾ ആ സ്പോട്ടിലേക്ക് നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോയി. പിന്നെ മറ്റേ ഫ്യൂ ടീമും ആ ടൈം നമ്മളവിടെ തന്നെ ആ ടൈമൊക്കെ ആകുമ്പോൾ അവിടേക്ക് എത്താമെന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് കുറച്ച് വഴി തെറ്റിയോണ്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ നമ്മളവിടെ ഇരുന്ന് ഉപ്പൻ്റെ അമ്മേൻ്റെ അടുത്ത് നിന്ന് കുറേ ഫോട്ടോസും അവിടെ നിന്ന് കുറേ റീൽസും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞാൻ വീഡിയോ എടുത്തോളൂ. എന്റെ സ്വന്തം പെണ്ണല്ല നീ, പോരുമോ ഭയങ്കര ട്രിപ്പ്, കുറേ എക്സ്പ്ലോർ ചെയ്യുക അങ്ങനെ ഇത് വെച്ചിട്ടല്ല നമ്മൾ പോകുന്നത്. നമ്മളെല്ലാവരും കുറേ ടൈം ഒപ്പര സ്പെൻഡ് ചെയ്യുക, അടിപൊളിയാക്കുക, ഇതാണ് മെയിൻ. തിരിച്ചു വരുന്ന വഴിക്ക്
നെഹദിയിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ബീച്ചിലേക്കൊക്കെ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.